അയ്യേ, ഈ ഫോണും പിടിച്ചോണ്ട് ഒരു പണിയില്ലാണ്ട് വീഡിയോ എടുത്ത് നടന്നമാരൊക്കെ സിനിമയിലെത്തിയോ? ഈ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ സിനിമയിൽ അവസരം ലഭിക്കുമ്പോൾ നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള ചില പ്രത്യേകതരം ആൾക്കാരുടെ പുച്ഛത്തോടെയുള്ള അഭിപ്രായമായിരിക്കും ഇത്. ഈ ഒരു പുച്ഛം ഹാഷിറിന്റെയും ടീമിന്റെയും വാഴ 2 ഇറങ്ങുന്നത് വരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോ അന്നത്തെ പോലത്തെ പുച്ഛം ഈ സിനിമയ്ക്ക് ശേഷമില്ല. കാരണം ഓഡിയൻസിനൊക്കെ ആ ഒരു സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സിനിമയ്ക്ക് ഹ്യൂജ് അക്സെപ്റ്റൻസും എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്നാലും ഇപ്പോഴും അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിൽ കാണുമ്പോൾ ചൊറിഞ്ഞു കയറുന്നവരുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിയുന്നതോടെ ആ ഒരു പ്രശ്നം മാറിയിരിക്കും എന്ന് ഞാൻ ഉറപ്പുവരാം. അപ്പോ നമുക്ക് തുടങ്ങാം. ഇതിപ്പോ വർഷം 2026. 4 വർഷങ്ങൾക്ക് മുന്നേ ഫ്യൂച്ചറിലേക്ക് വേണ്ടി അവർ ചെയ്തു തുടങ്ങിയതാണ് ഈ വീഡിയോ എടുപ്പ്. ഹാഷിറിന്റെ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ 2022-ലായിരുന്നു. അവിടുന്ന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് സിനിമയിൽ അവസരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ഫോണിൽ 2 വീഡിയോ ഇട്ട് എന്ന രീതിയിലല്ലല്ലോ, 4 വർഷത്തോളമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് അവരിൽ നിന്നും ഇഷ്ടം നേടിയെടുത്ത് അതിനുവേണ്ടി ഇവരുടെ ടീം എന്തായാലും നല്ല രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവരുടെ കഴിവ് അവർ ഗിവപ്പ് ചെയ്യാതെ കുറെ കാലം കൊണ്ടുപോയ കാരണമാണ് ഇന്ന് അവർ സിനിമയിലേക്ക് എത്തിയത്. അതിന്റെ പുറകിൽ എന്തായാലും കുറെ സ്ട്രെസ്ഫുൾ ഡേയ്സും മടുപ്പും ഹാർഡ് വർക്കും ഒക്കെ ഉണ്ടാകും. അപ്പോ പുച്ഛിക്കുന്നവന്മാരോടൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോളാ പാട്ടികളെ. എടാ, ഈ ഒരു വീഡിയോയിൽ ഈ സിനിമയുടെ സക്സസ് അവർക്ക് എത്ര മെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കടാ. പിന്നെ പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരാളും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു കുറവും പറയുന്നില്ല, മറിച്ച് ഓരോരുത്തരെയും പേരെടുത്ത് പുകഴ്ത്തുകയാണ്. സോ അവർക്ക് എന്തായാലും നല്ല കഴിവുണ്ട്. ഇനി നമുക്ക് സയന്റിഫിക് പരിപാടിയിലേക്ക് കടക്കാം. പണ്ടത്തെ കാലത്ത് ഒരു 90s, 70s, 80s ആക്ടേഴ്സിനെ ആൾക്കാർ സിനിമയിലേക്ക് സെലക്ട് ചെയ്തിരുന്നത് പലപ്പോഴും നാടകത്തിലെ അഭിനയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാവും. അന്നൊക്കെ ഓഡിയൻസിനെ ഒരു കഴിവുള്ള ഒരു സാധാരണക്കാരന് എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള വഴി, അവരിലേക്ക് എത്താനുള്ള വഴി, അതൊക്കെ നാടകങ്ങളായിരുന്നു. അതിൽ അഭിനയത്തിൽ കഴിവുള്ളവരുടെ ഡയറക്ടേഴ്സൊക്കെ ഓഡീഷൻ കൂടെ ചെയ്ത് തിരഞ്ഞെടുക്കും. നമ്മുടെ മമ്മൂക്കയൊക്കെ ഇതുപോലെ ലോ പഠിക്കാൻ പോകുന്ന സമയത്ത് സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിരുന്നു. പിന്നെ സ്റ്റേജിലെ പെർഫോമൻസ് കാരണം സെലക്ട് ചെയ്ത അന്നത്തെ ആക്ടേഴ്സ് ആണ് നെടുമുടി വേണു, തിലകൻ, ജഗതി ശ്രീകുമാർ, അങ്ങനെ കുറെ പേര്. ദെൻ അതിന്റെ ശേഷം കുറച്ചുകൂടെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്ന വഴി സ്റ്റേജ് ഷോസും മിമിക്രിയുമായിരുന്നു. അന്ന് മിമിക്രി ഒക്കെ കാണാൻ ജനങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ട് അവർ സ്റ്റേജിൽ കഴിവ് കാണിച്ചു. അവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ് അവരെ സെലക്ട് ചെയ്തു. അങ്ങനെ അവസരം ലഭിച്ചു വന്നിട്ട് പിന്നീട് വളർന്ന് വലിയ സ്റ്റാർ ആയവരാണ് ദിലീപ്, ഹരിശ്രീ അശോകൻ, കലാഭവൻ മണി, കലാഭവൻ ഷാജോൺ എക്സെട്ര. ദെൻ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ മറ്റൊരു വഴി വന്നു. ആളുകളൊക്കെ TV കൂടുതൽ കാണാൻ തുടങ്ങിയ സമയം. TVയിലെ കോമഡി ഷോസിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിച്ചവരൊക്കെ പിന്നീട് സിനിമയിൽ വന്നിട്ടുണ്ട്. കോമഡി സ്റ്റാർസ്, മറിമായം, അങ്ങനെ കുറെ പ്ലാറ്റ്ഫോംസ് അന്ന് ഉണ്ടായിരുന്നു. അസീസ് ഒക്കെ ഐ ഗസ് അങ്ങനെയാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് എത്തുന്നത്. പിന്നെ മറ്റൊരു വഴിയാണ് മോഡലിംഗ് ഒക്കെ ചെയ്തിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വന്ന ആക്ടേഴ്സും ഉണ്ട്. അങ്ങനെ കാലം മാറി മാറി മൊബൈൽ ഫോൺ യുഗത്തിലേക്ക് എത്തിയപ്പോൾ കരിക്കിലെ ടീംസിന് ഓർമ്മയില്ലേ? അന്നത്തെ കാലത്ത് അവർക്ക് അന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ് യൂട്യൂബിലൂടെ വെബ് സീരീസ് അപ്ലോഡ് ചെയ്ത് അവരുടെ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നത്. അത് ആ ഒരു സമയത്ത് അവർ അതിന്റെ പീക്കിൽ ചെയ്ത്. അന്ന് അവരുടെ വീഡിയോസ് അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന പലരും അവരെ സിനിമയിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു. അവരങ്ങനെ സിനിമയിലേക്ക് വന്നിട്ടുമുണ്ട്. ട്രാൻസിലും അർജന്റീന ഫാൻസ് കാട്ടൂർ കടവിലും ഒക്കെ അവരുണ്ടല്ലോ. ആ ഒരു രീതിയിൽ കതിക്ക് വളർത്തിയെടുക്കാൻ അവർ കുറെ കഷ്ടപ്പെട്ടിരുന്നു. അവിടുന്ന് പിന്നെയും ജനറേഷൻ മാറി ജെൻസി ആയി. ജെൻസി കാറ്റഗറി ആയിട്ടുള്ള ഓഡിയൻസ് മെജോറിറ്റിയും ഇൻസ്റ്റയിലുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് ജെൻസി കാറ്റഗറി ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഹാഷിറും ടീമും അവർക്ക് കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അവർക്ക് അവരുടെ കഴിവ് കാണിക്കാൻ കിട്ടിയ ഒരു മീഡിയത്തിൽ അവരത് കാണിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ഒരു ഹ്യൂജ് ക്രൗഡ് ഇവരെ ഫോളോ ചെയ്യാനും തുടങ്ങി. ഈ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി കളയാതെ അവരത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർന്നു. അവസാനം അവരുടെ ആഗ്രഹം നടന്നു. ഗൈസ്, കുറെ കമന്റ്സ് കണ്ടു ഇവരെ പുച്ഛിച്ചിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം അവർ ശരിക്കും ഈ സക്സസ് അറിയിക്കുന്നുണ്ട്. സിനിമ കാണാൻ പോയ മെജോറിറ്റി ആൾക്കാരുടെയും എന്നെയും കൂടെ കൂട്ടിയിട്ട് ഇത്രയും വലിയ ഓഡിയൻസിനെ ഒരുമിച്ച് കരയിപ്പിക്കാൻ ഒരു കഴിവ് വേണ്ട മച്ചാനെ. സോ റെസ്പെക്ട് എവരിവൺസ് ഹാർഡ് വർക്ക്. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഒന്ന് ഹൈപ്പ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് സബ് അടിച്ചോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.